ദളപതി വിജയുടെ കാർ കളക്ഷൻ. ഹലോ കാർ ഫാക്ടറി വ്യൂവേഴ്സ്. ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നതും തിരക്കുള്ള നടനുമാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന ദളപതി വിജയ്. തമിഴ് സിനിമ ഇൻഡസ്ട്രി ഭരിക്കുന്ന സാക്ഷാൽ രജനീകാന്തിനും കമൽഹാസനുമൊപ്പം കോടിക്കണക്കിന് ആരാധകരെ നേടിയെടുത്ത വിജയ് നമ്മുടെ കേരളത്തിലും ഫാൻസ് പവറിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. വിജയുടെ ഓരോ സിനിമകളും സൗത്ത് ഇന്ത്യയിൽ ഏറെ ആഘോഷത്തോടെയാണ് ആരാധകർ വരവേൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരാജയ ചിത്രങ്ങൾ പോലും ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തിരുത്തി കുറിച്ചിട്ടുണ്ട്. അത്രയേറെ സ്വീകാര്യതയാണ് വിജയ് എന്ന താരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തുടക്കകാലത്ത് ഒരുപാട് വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്ന വിജയ് എന്ന യുവാവിൽ നിന്ന് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായി മാറിയത് അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം കൊണ്ട് മാത്രമാണ്. വിമർശകർ തന്നെ അസൂയപ്പെട്ടു നിൽക്കുന്ന ഒരു സ്റ്റാർഡമാണ് സിനിമ ഇൻഡസ്ട്രിയിൽ അദ്ദേഹം നേടിയെടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ദളപതി വിജയ് തൻ്റെ വിജയകരമായ കരിയറിൽ സ്വന്തമാക്കിയ ചില കാറുകളെക്കുറിച്ച് സംസാരിക്കാനാണ് കാർ ഫാക്ടറി ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. സ്പോർട്സ് കാറുകളേക്കാൾ SUVകളോടും ലക്ഷറി കാറുകളോടും പ്രിയമുള്ള വിജയുടെ ഗ്യാരേജിൽ ഒരുപാട് വാഹനങ്ങളില്ലെങ്കിലും ഉള്ളതൊക്കെ ആരെയും മോഹിപ്പിക്കുന്ന വാഹനങ്ങളാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രാൻഡിൽ നിന്ന് തുടങ്ങാം. BMW X5. BMW ബ്രാൻഡിൽ നിന്ന് വിജയ് സ്വന്തമാക്കിയ ആദ്യത്തെ വാഹനമാണ് BMW X5. ഇവയുടെ 2003 മുതൽ 2013 വരെ വിൽപ്പനയിലുണ്ടായിരുന്ന സെക്കൻഡ് ജനറേഷൻ മോഡലാണ് അദ്ദേഹത്തിൻ്റെ ഗ്യാരേജിൽ സ്ഥാനം പിടിച്ചത്. 2005 അമേരിക്കയിൽ നിന്ന് ഈ ലക്ഷറി SUVയെ ഇറക്കുമതി ചെയ്ത് അദ്ദേഹം തൻ്റെ ഗ്യാരേജിൽ എത്തിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഡീസൽ എഞ്ചിനിലും 2 പെട്രോൾ എഞ്ചിനിലും എത്തിയിരുന്ന X5ൻ്റെ ഡീസൽ വേരിയൻ്റാണ് വിജയ് കാർ ശേഖരത്തിലുള്ളത്. ഒരു 3.0 ലിറ്റർ ഇൻലൈൻ 6 സിലിണ്ടർ ടർബോ ചാർജഡ് എഞ്ചിനിൽ തുടിക്കുന്ന ഈ 5 സീറ്റർ ഉയർന്ന RPMകളിൽ 235 bhp പവറും 480 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വഴി 4 വീൽ ഡ്രൈവിലേക്കാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. 0 നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ 8.8 സെക്കൻഡുകൾ മാത്രം മതിയായ ഇവയുടെ ഉയർന്ന വേഗത മണിക്കൂറിൽ 210 കിലോമീറ്ററാണ്. ഏകദേശം 30 ലക്ഷം രൂപയോളം ചിലവിട്ടാണ് വിജയ് ഈ വാഹനത്തെ സ്വന്തമാക്കിയത്. അടുത്തത് BMW X6. വിജയുടെ ഗ്യാരേജിലെ രണ്ടാമത്തെ BMW മോഡലായിട്ടുള്ള X6 ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ ഇറക്കിയ ഒരു 5 സീറ്റർ ലക്ഷറി വാഹനമാണ്. പെർഫോമൻസ്, സ്റ്റൈൽ, സ്പോർട്ടി ഡിസൈൻ എന്നിവയുടെ ഒരു കിടിലൻ കോമ്പിനേഷനിൽ ഇറങ്ങിയ ഈ വാഹനത്തെ സ്പോർട്സ് ആക്ടിവിറ്റി കൂപ്പെ എന്ന വിശേഷണത്തോടെയാണ് കമ്പനി അവതരിപ്പിച്ചത്. ഒരു കൂപ്പെ ബോഡി ടൈപ്പ് SUV മോഡലായിട്ടുള്ള ഇവ പെട്രോൾ, ഡീസൽ എഞ്ചിൻ വേരിയൻറ്റുകളിൽ ലഭ്യമായിരുന്നു. ഇനി എഞ്ചിനിലേക്ക് വന്നാൽ പീക്ക് RPMകളിൽ 402 bhp പവറും 600 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 3.0 ലിറ്റർ 6 സിലിണ്ടർ ടിൻ ടർബോ DOHC പെട്രോൾ എഞ്ചിനാണ് ഇവയ്ക്ക് കരുത്ത് നൽകുന്നത്. 4 വീൽ ഡ്രൈവ് വാഹനമായിട്ടുള്ള BMW X6 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ട്രാൻസ്മിഷനിലാണ് എത്തിയിരുന്നത്. നിലവിൽ ഈ വാഹനം പെട്രോൾ എഞ്ചിൻ ഓപ്ഷനിലാണ് ഇന്ത്യയിൽ ഇറങ്ങുന്നത്. മണിക്കൂറിൽ 250 കിലോമീറ്റർ ഉയർന്ന വേഗതയിൽ കുതിക്കാൻ ശേഷിയുള്ള ഈ ലക്ഷറി SUV 0 നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കുന്നത് വെറും 5.4 സെക്കൻഡുകൾ കൊണ്ടാണ്. ഏകദേശം 90 ലക്ഷം രൂപയോളം ചിലവിട്ടാണ് വിജയ് ഈ വാഹനം സ്വന്തമാക്കിയത്. ഒട്ടുമിക്ക ലക്ഷറി വാഹനങ്ങൾ തൻ്റെ ഗ്യാരേജിലുണ്ടെങ്കിലും ആരാധകരെ കാണാൻ വിജയ് ഒരു MPV വാഹനത്തിലാണ് സാധാരണ സഞ്ചരിക്കാറുള്ളത്. സിനിമയെ പോലെ തന്നെ തൻ്റെ ആരാധകരെയും ഒരുപോലെ സ്നേഹിക്കുന്ന വിജയ് ഒരു ഡൗൺ ടു എർത്ത് എന്ന പേഴ്സണാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ വിജയുടെ കൈവശമുള്ള MPVയെ പറ്റി സൂചിപ്പിച്ചല്ലോ, ആ വണ്ടിയാണ് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. ലോങ് ഡ്രൈവുകൾക്ക് ഏറ്റവും അനുയോജ്യമായ വാഹനമായിട്ടുള്ള ഇന്നോവ വളരെ കാലം ഇന്ത്യൻ നിരത്തുകൾ ഭരിക്കുന്ന ഒരു MPV ആണ്. ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള മൾട്ടി യൂട്ടിലിറ്റി വാഹനമായ ഇന്നോവ യാത്രാസുഖത്തിനും പേരുകേട്ടതാണ്. പെട്രോൾ, ഡീസൽ എഞ്ചിനുകളിലെത്തുന്ന ഈ 7 സീറ്റർ MPV ഒരു 2.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജഡ് ഡീസൽ എഞ്ചിനിലാണ് തുടിക്കുന്നത്. ഇവ ഉയർന്ന RPMകളിൽ 147 bhp പവറും 343 Nm ടോർക്കും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ എത്തിയിരുന്ന ഇവ ലിറ്ററിന് 13.68 കിലോമീറ്റർ മൈലേജ് നൽകുന്നുണ്ട്. റിയർ വീൽ വാഹനമായിട്ടുള്ള ഈ 7 സീറ്റർ MPV 24.67 ലക്ഷം രൂപ എക്സ്ഷോറൂം വിലയിലാണ് നിരത്തിലെത്തുന്നത്. അടുത്തത് നിസാൻ X ട്രൈൽ. വിജയ്ക്ക് സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനങ്ങളോടുള്ള താല്പര്യം അദ്ദേഹത്തിൻ്റെ കാർ ശേഖരം നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. അത്തരത്തിൽ വിജയുടെ കൈവശമുള്ള ഒരു SUV ആണ് നിസാൻ X ട്രൈൽ. മികച്ച ഓഫ് റോഡിംഗ് ശേഷിയുള്ള ഈ വാഹനം നേരത്തെ ഇന്ത്യൻ വിപണിയിൽ സ്ഥാനം പിടിച്ചിരുന്നു. പിന്നീട് ഈ വാഹനത്തെ കമ്പനി ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ചു. ഒരു 2.0 ലിറ്റർ MR20 DD 4 സിലിണ്ടർ
ഇൻലൈൻ ഡീസൽ എഞ്ചിനിൽ തുടിക്കുന്ന എക്സ് ട്രയൽ പീക്ക് RPMകളിൽ 150 bhp പവറും 320 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വഴി എല്ലാ വീലുകളിലേക്കും ഇവ ഡ്രൈവ് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ലിറ്ററിന് 14.42 കിലോമീറ്റർ മൈലേജ് നൽകുന്ന ഈ 5 സീറ്റർ SUVയുടെ എക്സ് ഷോറൂം വില ഏകദേശം 22.60 ലക്ഷം രൂപയാണ്. ഈ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും വിജയ് തന്റെ കാർ ശേഖരത്തിൽ ലക്ഷറിയുടെ അങ്ങേയറ്റം അടയാളപ്പെടുത്തുന്ന വാഹനങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ മുൻനിരയിൽ സ്ഥാനം നേടിയ വാഹനമാണ് റോൾസ് റോയ്സ് ഗോസ്റ്റ്. ടാക്സിന്റെ പേരിൽ വിജയ് ഒരുപാട് വിവാദങ്ങൾ നേരിടേണ്ടി വന്ന വാഹനമാണ് റോൾസ് റോയ്സ് ഗോസ്റ്റ് എന്ന ലക്ഷറി സെഡാൻ. 2012 ഈ വാഹനത്തെ വിജയ് ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് തന്റെ ഗാരേജിൽ കൊണ്ടുവരുന്നത്. ഒരു 6.75 ലിറ്റർ 12 സിലിണ്ടർ ടിൻ ടർബോ V8 പെട്രോൾ എഞ്ചിനിൽ തുടിക്കുന്ന റോൾസ് റോയ്സ് ഗോസ്റ്റ് ഉയർന്ന RPMകളിൽ 563 bhp പവറും 820 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വഴി എല്ലാ വീലുകളിലേക്കും ഇവ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇന്ത്യയിൽ റോൾസ് റോയ്സ് ഗോസ്റ്റ് സ്വന്തമാക്കിയ ചുരുക്കം താരങ്ങളിൽ ഒരാളാണ് വിജയ്. തൻ്റെ പ്രധാനപ്പെട്ട യാത്രകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ വാഹനത്തിൽ യാത്ര ചെയ്യാറുള്ളത്. വിജയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയം നേടിയ തുപ്പാക്കി എന്ന സിനിമ ഇറങ്ങിയ സമയത്താണ് ഈ റോൾസ് റോയ്സ് വാഹനം അദ്ദേഹം സ്വന്തമാക്കുന്നത്. ഇന്ത്യയിൽ 2009 റോൾസ് റോയ്സ് ഗോസ്റ്റ് ലോഞ്ച് ചെയ്തത്. സ്റ്റിൽ സ്റ്റാൻഡിൽ നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വെറും 4.9 സെക്കൻഡുകൾ മാത്രം മതിയായി 5 സീറ്ററിൻ്റെ ടോപ്പ് സ്പീഡ് മണിക്കൂറിൽ 250 കിലോമീറ്ററാണ്. ഏകദേശം 4 കോടി രൂപയോളം ചിലവിട്ടാണ് വിജയ് ഈ വാഹനം സ്വന്തമാക്കിയത്. അപ്പോൾ നമ്മുടെ ദളപതി വിജയുടെ മറ്റൊരു വണ്ടിയാണ് ഓഡി A8. ഓഡി ലൈനപ്പിലെ ഏറ്റവും മികച്ച സെഡാനുകളിലൊന്നാണ് A8. ഏകദേശം 1.2 കോടി രൂപയാണ് ഈ ആഡംബര സലൂണിൻ്റെ എക്സ്-ഷോറൂം വില വരുന്നത്. ഇവയുടെ ലോങ് വീൽ ബേസ് മോഡലായ A8L എന്ന വാഹനമാണ് വിജയുടെ കൈവശമുള്ളത്. പീക്ക് RPMകളിൽ 335 bhp പവറും 500 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 3.0 ലിറ്റർ സൂപ്പർ ചാർജഡ് V8 എഞ്ചിനാണ് ഈ 5 സീറ്ററിനെ കുതിക്കാൻ കരുത്ത് നൽകുന്നത്. 8 സ്പീഡ് ട്രെപ്ട്രോണിക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വഴി എല്ലാ വീലുകളിലേക്കും ഇവ പവർ ഡ്രൈവ് ചെയ്യുന്നു. 0 നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുന്ന ഇവയുടെ ഉയർന്ന വേഗത മണിക്കൂറിൽ 250 കിലോമീറ്ററാണ്. പെട്രോൾ, ഡീസൽ വേരിയന്റുകളിൽ പുറത്തിറങ്ങുന്ന ഇവയുടെ ഏത് എഞ്ചിനാണ് വിജയുടെ കൈവശമുള്ളത് എന്ന് വ്യക്തമല്ല. SUV വാഹനങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വിജയുടെ ഗാരേജിലെ രണ്ടാമത്തെ സെഡാൻ മോഡലാണ് ഓഡി A8. ഇതുകൂടാതെ ഒരു ഹാച്ച് ബാക്ക് വാഹനവും വിജയുടെ കൈവശമുണ്ട്. ആ വണ്ടിയെ പരിചയപ്പെടാം. മിനി കൂപ്പർ S. ഇന്ത്യയിൽ ഒരുപാട് സെലിബ്രിറ്റി ആരാധകരുള്ള ഒരു വാഹനമാണ് ബ്രിട്ടീഷ് ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്ന മിനി കൂപ്പർ. ഒരു ഫാമിലി കാറല്ലാഞ്ഞിട്ടും മിനി കൂപ്പർ മോഡലുകൾക്ക് ഒരുപാട് ആരാധകരെ എങ്ങനെ നേടിയെടുത്തു എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കും. സ്റ്റൈൽ, റോയാലിറ്റി, റോഡിൽ തീർക്കുന്ന ക്ലാസി പ്രസൻസ് തുടങ്ങിയവയാണ് മിനിയെ ആകർഷകമാക്കുന്നത്. 30 ലക്ഷം രൂപ ഷോറൂം വിലയുള്ള ഒരു ഐസ് ബ്ലൂ നിറത്തിലുള്ള മിനി കൂപ്പർ മോഡലാണ് വിജയ് സ്വന്തമാക്കിയത്. ഒരു 1.6 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജഡ് പെട്രോൾ എഞ്ചിനാണ് ഇവയ്ക്ക് കരുത്ത് നൽകുന്നത്. ഈ എഞ്ചിൻ ഉയർന്ന RPMകളിൽ 181 bhp പവറും 240 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 4 വീൽ ഡ്രൈവ് വാഹനമായിട്ടുള്ള ഈ 4 സീറ്റർ പ്രീമിയം ഹാച്ച് ബാക്ക് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് എത്തുന്നത്. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ 7.32 സെക്കൻഡുകൾ മാത്രം മതിയാവുന്ന ഇവയുടെ ടോപ്പ് സ്പീഡ് മണിക്കൂറിൽ 223 കിലോമീറ്ററാണ്. അടുത്തതായി ഫോർഡ് മസ്താങ്. അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ഫോർഡിൻ്റെ വാഹനനിരയിലെ ഏറ്റവും ആരാധകരുള്ള പെർഫോമൻസ് വണ്ടിയാണ് ഫോർഡ് മസ്താങ്. 1960കളിൽ വിൽപ്പനയിലെത്തിയ മസ്താങ്ങിന് കേരളത്തിലടക്കം ഒരുപാട് ആരാധകരുണ്ട്. ഇപ്പോൾ ലോകമെങ്ങും വിപണിയിലുള്ള 6th ജനറേഷൻ മസ്താങ് 2016 ജൂലൈയിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. 65 ലക്ഷം രൂപ എക്സ്-ഷോറൂം വിലയുമായി ഇന്ത്യയിലെത്തിയ മസ്താങ്ങിന് ഇപ്പോൾ 74.62 ലക്ഷം രൂപയാണ് എക്സ്-ഷോറൂം വില. പീക്ക് RPMകളിൽ 420 bhp പവറും 515 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു 5.0 ലിറ്റർ TI VCT V8 പെട്രോൾ എഞ്ചിനാണ് ഫോർഡ് മസ്താങ്ങിനെ കുതിക്കാൻ കരുത്ത് നൽകുന്നത്. 6 സ്പീഡ് സെലക്ട് ഷിഫ്റ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള ഫോർഡ് മസ്താങ് ഇന്ത്യയിൽ GT ഫാസ്റ്റ് ബാക്ക് എന്ന ഒരൊറ്റ വേരിയന്റിലാണ് പുറത്തിറങ്ങുന്നത്. 2 ഡോർ 4 സീറ്റർ സ്പോർട്സ് കാറായ മസ്താങ്ങിന് മണിക്കൂറിൽ 240 കിലോമീറ്ററാണ് പരമാവധി വേഗത. 0 നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ 4.3 സെക്കൻഡുകൾ കൊണ്ട് ഇവയ്ക്ക് മതിയാവും. വിജയ് സ്വന്തമാക്കിയ മറ്റൊരു വാഹനമാണ് മാരുതി സുസുക്കി സെലേറിയോ. പെട്രോൾ, ഡീസൽ, CNG എഞ്ചിനുകളിലെത്തുന്ന മാരുതിയുടെ 5 സീറ്റർ ഹാച്ച് ബാക്ക് മോഡലായ സെലേറിയോ ഒരു 1.0 ലിറ്റർ 3 സിലിണ്ടർ K10B പെട്രോൾ എഞ്ചിനിലാണ് തുടിക്കുന്നത്. ഈ എഞ്ചിൻ മാക്സിമം RPMകളിൽ 67 bhp പവറും 90 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വഴി ഫ്രണ്ട് വീലുകളിലേക്ക് ഡ്രൈവ് ട്രെയിൻ ചെയ്യുന്ന ഈ വാഹനം 23 km/h മൈലേജ് നൽകുന്നുണ്ട്. വിജയുടെ കൈവശമുള്ളതിൽ വെച്ച് ഏറ്റവും വിലക്കുറവുള്ള വാഹനമായിട്ടുള്ള സെലേറിയോ 5.90 ലക്ഷം എക്സ്-ഷോറൂം പ്രൈസ് റേഞ്ചിലാണ് എത്തിയിരുന്നത്.
അപ്പോൾ കാർ ഫാക്ടറിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവയൊക്കെയാണ് വിജയ് സ്വന്തമാക്കിയ കാറുകൾ. ഈ വീഡിയോയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ ട്യൂൺ ഫോർ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്.